ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ലക്ഷ്മി നയനയുമായിട്ട് സംസാരിക്കുക. അപ്പോൾ ഒരുമിച്ച് കുളിച്ചതിനെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ, അല്ല അരുന്ധതി അടുത്തിയോ അല്ലെങ്കിൽ പിങ്കിമോളോ അവരാരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ എന്തായിരിക്കും അവസ്ഥ? അയ്യോ, ഭൂകമ്പം ഉണ്ടാവില്ലായിരുന്നോ എന്ന് പറഞ്ഞു. അവരൊക്കെ കണക്കാണെന്നാണ് നയനയുടെ അഭിപ്രായം. 10ാം നൂറ്റാണ്ടിൽ തന്നെ ടെൻറ്റ് കെട്ടി താമസിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞപ്പോൾ, മോളെ എത്രയൊക്കെ പുരോഗമിച്ചാലും കുടുംബത്തിലുള്ളവരെ മാനിക്കണം മോളെ എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു. അതാണ് നല്ല പെൺകുട്ടികളുടെ ലക്ഷണമെന്ന്. പിന്നെ നിഷ്കളങ്കമായി ചിന്തിച്ച് പെരുമാറാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുകൂടി പരിഗണിച്ചിട്ട് വേണം ഇവിടെ ഓരോന്നും നമ്മൾ ചെയ്യാനായിട്ട്. ഇല്ലെങ്കിലേ വലിയ വലിയ വഴക്കുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പറയണതെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ശരി ശരി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറഞ്ഞു ഭയങ്കര ശബ്ദം ഉയർത്തിക്കൊണ്ട് നയന. അപ്പോൾ മിടുക്കി എന്നും പറഞ്ഞ് നയന പറഞ്ഞപ്പോൾ, ഇന്ന് നടന്നതെല്ലാം എൻ്റെ മിടുക്ക് ഒന്നുകൊണ്ട് തന്നെ ആൻറ്റി. ആൻറ്റി വിചാരിക്കുന്ന അത്ര നിഷ്കളങ്കിയൊന്നും അല്ല ഞാൻ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന നയനയെ കണ്ടപ്പോൾ ലക്ഷ്മി ചോദിച്ചു, മോളെന്തൊക്കെയാണ് ആലോചിക്കണേന്ന്? ഒന്നുമില്ല ആൻറ്റി എന്നും പറഞ്ഞ് നയന അകത്തേക്ക് കയറിപ്പോയി. അപ്പം നയന കയറിപ്പോയി കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇപ്പം മോക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇനി അവളുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കോളും, ചെയ്യുന്ന തെറ്റുകളെല്ലാം കുറച്ചോളും, നല്ല രീതിയിലായിക്കോളും എന്ന്. പവിത്രയും മോഹിനി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ തലയാട്ടുക. അപ്പോൾ അങ്ങനെ തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഇതൊക്കെ വെറും പൊയ്മുഖമാണെന്നുള്ള കാര്യം അവർക്കറിയാം. അങ്ങനെ ആ ഒരു ചിന്താഗതിയായിട്ട് അവരവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിനെ കേട്ടോ. അപ്പോൾ ഗൗതം ആണെങ്കിൽ ഒരു മേലുദ്യോഗസ്ഥനെ കണ്ട് സംസാരിക്കുന്നു. അപ്പോൾ സാറിനോട്, സാർ ഞാൻ രാവിലെ തൊട്ട് ഓരോ ടാസ്കുകളുമായി ഓട്ടത്തിലായിരുന്നു, സാറിന് അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ, അതെനിക്ക് അറിയാമെന്ന് ADGP സാറ് പറയാം. അതുകൊണ്ടാണല്ലോ താൻ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത്, സാർ റിപ്പോർട്ട് ഫയൽസ് സാറിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രീ ആകും എന്നുള്ള ആ ഒരു ധാരണയിൽ ഞാൻ മറ്റു ചില കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം, താൻ ഇങ്ങനെയൊന്നും പറയരുത്. ഡ്യൂട്ടിയിലുള്ള ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അയാൾ 24 hours ഡ്യൂട്ടിയിൽ വേണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം, സാർ എനിക്ക് ഇങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. പെട്ടെന്ന് നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യം ആലോചിച്ച് അങ്ങനെ സാറും നിൽക്കുന്നു. അതുപോലെ സാർ അന്നേരം നന്ദയുടെ കാര്യം ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഗൗതം നന്ദയുടെ കാര്യം ആലോചിച്ചപ്പോൾ സാറ് ചോദിച്ചു, താനെന്താ ആലോചിക്കണേന്ന്? ഒന്നുമില്ല. എന്താ സാർ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദയുമായിട്ടൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് നമ്മുടെ ഗൗതം പറയുകയും ചെയ്തിരുന്നു. ഇത് പോകാനായിട്ട് സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ളൊരു ടെൻഷനാണ്, അല്ലെങ്കിൽ ഒരു സങ്കടമാണ് നമ്മുടെ ഗൗതത്തിനുള്ളത്. അപ്പോൾ താൻ വിഷമിക്കാതെടോ. പിന്നെ നെക്സ്റ്റ് വീക്ക് ഇവിടെ ഉപരാഷ്ട്രപതി നമ്മുടെ ഇതിന് വരികയല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചനകളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും തൻ്റേതായ കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് കുഴപ്പമില്ല സാർ, ഞാൻ നന്ദയോട് ഒരു 11 മണിക്ക് കോളേജിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പം, ഞാൻ തൽക്കാലം മാറ്റി വെച്ചോളാം സാർ എന്ന് പറയുമ്പം, അത് വേണ്ട, താൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഞാൻ ഓഫീസിലേക്ക് പോകാനല്ലേ സാർ, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പം, തൂക്കിക്കയറി വെടിവെക്കാതെ ഗൗതം, ഞാനൊന്ന് പറയട്ടെ, അതല്ല, താനേ നന്ദയുടെ കൂടെ പോയിട്ട് വരാൻ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിന് ഒത്തിരി സന്തോഷമായി. നന്ദയുടെ കൂടെ പൊക്കോളെ സാറ് പറഞ്ഞില്ല. പിന്നെ ഒരു 3 മണിക്ക് ശേഷം താൻ തിരിച്ചെത്തിയിരിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വന്നോളാം സാർ എന്ന് പറഞ്ഞു ഗൗതം. അപ്പോൾ ഉപരാഷ്ട്രപതിയുടെ ഈ ഒരു വരവ് വളരെ ഗൗരവത്തിലാക്കുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും താൻ പോയിട്ട് വേഗം വാ, ഫർദർ ഡിസ്കഷൻ നമുക്കതിന് ശേഷം ഓഫീസിൽ വെച്ച് നടത്താമെന്ന് പറഞ്ഞ് സാറ് നമ്മുടെ ഗൗതത്തിനെ പറഞ്ഞു വിടുക. അപ്പോൾ താങ്ക് യു പറഞ്ഞു നമ്മുടെ ഗൗതം അങ്ങ് പോയി. ഈ സമയം കൊണ്ട് നന്ദ കോളേജിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്കും 4 മിസ് കോളാണ് ഗൗതത്തിൻ്റെ വന്ന് കിടക്കുന്നത്. ഈശ്വരൻ, 4 മിസ് കോളോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഈ പ്രൊഫസർ വന്ന് നന്ദയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ താനിതെന്താ ഈ കാണിക്കുന്നത്, എങ്ങോട്ടാണെന്ന് ചോദിച്ചുകൊണ്ട് ഇരച്ചു. അപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഇറങ്ങി തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, സാർ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു, എല്ലാം കവർ ചെയ്തിട്ട് തന്നെ ഞാൻ ഇറങ്ങിയതെന്ന് പറയുമ്പം, താൻ പിന്നെ 2 കൊമ്പും 4 കാലൊക്കെയുള്ള ഒരു അവതാര ജന്മമാണല്ലോ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മുടെ നന്ദയെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ മനുഷ്യർക്കും കഴിയുന്നതിൻ്റെ വേഗത്തിൽ തനിക്കെല്ലാം സാധ്യമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം, സാർ സത്യമായും ഞാൻ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്താണെന്ന് പറഞ്ഞപ്പം എനിക്കതൊരു സംശയമുണ്ട്, മറ്റെന്തോ കാര്യത്തിന് നീ ഇറങ്ങി വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് പറയാൻ നന്ദയോട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറ്റെല്ലാം കഴിഞ്ഞിട്ട് പഠിത്തത്തിന് സമയം മാറ്റി വെച്ചാൽ മതിയെന്ന് കരുതുന്ന ചില സ്റ്റുഡൻസുകളുണ്ട്. അവർക്കൊന്നും പറ്റിയ പണിയല്ല ഈ MBBS. പറഞ്ഞത് മനസ്സിലായോ? ഓരോ ഡോക്ടറെ കൈകാര്യം ചെയ്യുന്നത് വിലപ്പെട്ട മനുഷ്യജീവനുകളാണ്. അതറിയാമോ തനിക്കിതെന്ന് ചോദിച്ചുകൊണ്ട് നന്ദയോട് ഇയാൾ ഭയങ്കരമായിട്ട് സംസാരിക്കുക. അപ്പോൾ അതെനിക്കറിയാം സാർ എന്ന് നമ്മുടെ നന്ദ പറഞ്ഞു. അറിയാം സാർ, അറിയാമായിരുന്നിട്ടാണോ വേണ്ട പോലെ പ്രാക്ടിക്കൽ സെക്ഷൻ അറ്റൻഡ് ചെയ്യാതെ ഓടി വന്ന് ഇവിടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, സാർ
എനിക്കിന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് വിളിച്ചോ എന്ന് നോക്കിയതാണെന്ന് പറഞ്ഞപ്പം ഭാര്യയും ഭർത്താവൊക്കെ അങ്ങ് വീട്ടിൽ എന്ന് ഇയാൾ പറയുക കേട്ടോ. പഠിക്കുന്ന കാര്യമല്ലാതെ മറ്റൊന്നും മനസ്സിലിട്ടുകൊണ്ട് ഈ കോമ്പൗണ്ടിൽ കയറി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മുടെ നന്ദയെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക. അസൈൻമെൻറ്റ് അന്ന് ഞാൻ തൻ്റെ മുഖത്തെറിഞ്ഞ് തന്നല്ലോ, ഒരു HOD അങ്ങനെ ചെയ്യണമെങ്കിൽ നീ എന്തുമാത്രം മോശം സ്റ്റുഡൻ്റ് ആണെന്ന് സ്വന്തമായി ഊഹിച്ചെടുക്കാൻ കഴിയില്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സർ പ്ലീസ്, എന്തോ അനിഷ്ടം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് സാർ എന്നോട് ഈ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഒരനിഷ്ടമേ ഉള്ളൂ, പഠിക്കാൻ വയ്യാത്തവരെ ഈ പണിക്ക് ഇങ്ങോട്ട് വരരുത് എന്നുള്ള അനിഷ്ടം. പഠിച്ച് വിജയിക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത് സാറിന് നന്ദ പറഞ്ഞപ്പോൾ തൻ്റെ ഇടം നീയൊക്കെ ഒരു മലയും മറിക്കാൻ പോകുന്നില്ല, നീ എഴുതി വെച്ചോളാൻ പറഞ്ഞിട്ട് ഇയാൾ നമ്മുടെ നന്ദയെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുക. പക്ഷേ എനിക്ക് തന്നെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ലല്ലോ, HOD ആയിപ്പോയില്ലേന്നും. അപ്പോൾ ചീഞ്ഞ ആപ്പിൾ കൊട്ടയിൽ നിന്ന് എടുത്ത് കളയണം എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഈ ആപ്പിളിനെ ചികിത്സിച്ച് നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഇയാൾ നമ്മുടെ നന്ദയോട് പറയുന്നു. നന്ദ ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. ഇയാളാണെങ്കിൽ നന്ദ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യണം. ദേ എത്രയും പെട്ടെന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് എന്തൊക്കെയോ കുറേ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ഇയാൾ കൊടുത്തു. അപ്പോൾ ഗൗതത്തിൻ്റെ കൂടെ നന്ദയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഗൗതം ആണെന്നുണ്ടെങ്കിൽ അവിടെ നന്ദയെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് അയാൾ ഫോണും മേടിച്ച് കട്ട് ചെയ്ത് കയ്യിൽ പിടിച്ചേക്കുക, അതായത് നന്ദയുടെ. അപ്പോൾ ചെല്ല്, എല്ലാം കഴിഞ്ഞിട്ട് നീ വന്നാൽ മതി, ഞാൻ എൻ്റെ ക്യാബിനിൽ കാണുമെന്നും പറഞ്ഞുകൊണ്ട് നന്ദയുടെ ഫോണുമായിട്ട് ഇയാൾ അങ്ങ് പോയി. നന്ദയെ ഇയാൾ ഭയങ്കരമായിട്ടങ്ങ് പെടുത്തിക്കളഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഹിന്ദിവരം കേട്ടോ. ഹിന്ദിവരത്തിൽ നമ്മുടെ അർജുൻ ഇരിക്കുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു. ഊണിന് സമയമാകുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. പിന്നെ നല്ല പണിയായിരുന്നല്ലോ യോഗയും മറ്റുമൊക്കെ ആയിട്ട്. നേരത്തെ കുളിയും കഴിഞ്ഞു, അതാ എനിക്ക് വിശക്കണേ എന്ന് പറഞ്ഞപ്പോൾ മോനിരിക്കും, ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞു ലക്ഷ്മി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ വിളമ്പി കഴിച്ചോളാം എന്ന് പറഞ്ഞു നമ്മുടെ അർജുൻ തന്നെ വിളമ്പി കഴിക്കാൻ നോക്കുന്നു. അപ്പോൾ കൊള്ളാം, ഞാനിവിടെ ഉള്ളപ്പോൾ മോൻ തന്നെ വിളമ്പി കഴിക്കുന്നത് ശരിയാണോടാന്ന് ചോദിച്ചു. ഞാനിവിടെ ലക്ഷ്മിയമ്മയുടെ മോൻ്റെ സ്ഥാനത്ത് തന്നെയല്ലേ ഉള്ളത്, അപ്പോൾ എനിക്ക് വിളമ്പി കഴിക്കാൻ യാതൊരു പ്രോട്ടോക്കോളും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അർജുൻ ലക്ഷ്മിയോട് പറയണം. എന്നിട്ട് കറിയൊക്കെ വിളമ്പി വയറ് നിറയെ നമ്മുടെ അർജുൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ലക്ഷ്മിയായിട്ട് കുശലമൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, മോൻ അമ്മയായി തന്നെയല്ലേ കാണുന്നേ, നീ എൻ്റെ മോനായി തന്നെ നീ ഇവിടെ നിൽക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഗൗതത്തിനോട് പറയുന്നത് പോലെ തന്നെ നിന്നോടും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അതിൽ നീ കുഴപ്പം കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എന്നെ അമ്മായിക്ക് അറിയില്ലേ, അമ്മായിയും അമ്മയും ഞാൻ വേറിട്ട് കണ്ടിട്ടുണ്ടോ, ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അതില്ല മോനെ, അതെനിക്കറിയാം, എന്നാലും തന്നോളം ആയാൽ താനെന്ന് വിളിക്കണം എന്നാണ് എന്ന് പറഞ്ഞപ്പം അമ്മായി എൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, ധൈര്യമായിട്ട് സംസാരിച്ചോളാൻ പറഞ്ഞു. അന്നേരം അത് പിന്നെ മോനെ, അത് പിന്നെ ഞാൻ പറയുന്നതുകൊണ്ട് നീ ഒന്നും വിചാരിക്കരുത്. എന്താ അമ്മായി പറഞ്ഞു, നീ നയനയുമായിട്ടുള്ള അടുപ്പം കുറച്ചൊന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ അർജുൻ എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ മോനെ അർജുനെ, ഞാൻ പറയുന്നത് കൊണ്ട് നീ തെറ്റായിട്ടൊന്നും അതിനെ ധരിച്ചെടുക്കരുത് കേട്ടോ, തെറ്റായിട്ട് തന്നെ ഞാൻ വിചാരിക്കുമെന്ന് അർജുൻ ഇങ്ങനെ പറഞ്ഞു. എല്ലാവരും പറയുന്നത് പോലെ അമ്മ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. നല്ല സുഹൃത്തുക്കളായ ഒരാണിനും പെണ്ണിനും ഇക്കാലത്ത് ഇരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തൊരു കഷ്ടമായി, അങ്ങനെയൊക്കെ ശരിയാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അതുപോലെ മോനെ അമ്മായിക്ക് നിങ്ങൾ രണ്ടുപേരെ അറിയാം, രണ്ടുപേരും നല്ല കുട്ടികളാണെന്നും അമ്മായിക്ക് അറിയാം. പക്ഷെ മോനെ ഈ അടുപ്പ കൂടുതൽ അത് പിങ്കിമോള് കണ്ട എന്തായിരിക്കും അവസ്ഥ, അത് നീ ആലോചിക്കുമോ? ഇത് അടുപ്പക്കൂടലൊന്നുമല്ല, പണ്ട് മുതലേ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, എന്തിനും ഏതിനും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അന്നേരം നമ്മുടെ അർജുൻ പിന്നെ പിങ്കിക്ക് എന്ത് തോന്നിയാലും അതെന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. എൻ്റെ അടുത്ത് നിന്ന് ഡിവോഴ്സ് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് പിങ്കി. അത് അമ്മായിക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. അപ്പം അതൊക്കെ അമ്മായിക്ക് അറിയാവുന്ന തന്നെയാണ്. പക്ഷെ മോനെ പിന്നെ എന്താ അമ്മായി ഒരു പക്ഷേ ഇനി എന്നോട് അനിഷ്ടം തോന്നിയാലും 2 or 3 ഡിവോഴ്സുകൾ എടുത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്താനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ, ഒരെണ്ണല്ലേ പറ്റുള്ളൂ. പിങ്കിക്ക് ഇനി എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരാൾ നമ്മളെ ഒരു തവണയെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിങ്കിയെ വേണ്ട എന്ന് അർജുൻ തന്നെ മുഖത്തു നോക്കി അങ്ങ് പറയുന്നു. അപ്പോൾ ഡിവോഴ്സിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. ഡിവോഴ്സ് എന്നുള്ള കത്തി ഒരു തവണ എൻ്റെ മനസ്സിലേക്ക് കുത്തി ഇറക്കിയവൾ വീണ്ടും വീണ്ടും കത്തി ഇറക്കി പല തവണ നമ്മളെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. ഒരാളെ നമുക്ക് പലതവണ കൊല്ലാൻ പറ്റില്ലല്ലോ, ഒരു തവണയല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഈശ്വരനായിട്ട് കൂട്ടിമുട്ടിച്ചത് എൻ്റെ അരികിലേക്ക് നയനെ. അവളോട് കൂടെ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ പഴയ കാലത്തേക്ക് തിരിച്ചു പോകും, എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറുകയാണെന്ന് പറഞ്ഞു അർജുൻ. അതുപോലെ യൂണിഫോം ധരിച്ച് സ്കൂൾ വരാന്തയിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ആ ഒരു അവസ്ഥയിലാണ് നയന എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്നൊക്കെ പറഞ്ഞു. മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടിരുന്നോട്ടെ അമ്മ,
പിന്നെ അതിനപ്പുറം ഒന്നും അമ്മായി ആലോചിക്കുകയേ വേണ്ട എന്ന് നമ്മുടെ അർജുൻ പറയുവാണ്. അത് കേട്ടപ്പോഴത്തേക്ക് അർജുൻ എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് വന്നു. എടാ അർജുൻ, എന്തെടുക്കുക നീ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചോറുണ്ടാന്ന് വിചാരിച്ചു, വിളമ്പി വെച്ചിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നീ എനിക്ക് തരാതെ കഴിക്കുകയാണോ? അപ്പോൾ നിനക്ക് വേണേൽ നീ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞപ്പോൾ നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. തോരൻ, സാമ്പാർ എന്തൊക്കെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയും വാരി വാരി കഴിക്കുക. വാരി വാരി കഴിക്കുന്നുണ്ട്. നീ ഇങ്ങനെ കഴിക്കല്ലേ വേണം, നിൻ്റെ വയറ് നാശമാകുമെന്ന് പറഞ്ഞു അർജുൻ. അത് സാരമില്ലെന്ന് പറഞ്ഞു വാരി 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 കഴിക്കുക. അതേ നമ്മുടെ അർജുനും വാരി കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ട് പവിത്രയും മോഹിനി അങ്ങ് വന്നു. ലക്ഷ്മി ഇങ്ങനെ താടയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് ഇവരുടെ രണ്ടുപേരുടെ അടുപ്പം കണ്ടിട്ടേ. അപ്പോൾ അങ്ങനെ പിങ്കിയെ വേണ്ട എന്ന് നമ്മുടെ അർജുൻ തറപ്പിച്ച് പറഞ്ഞ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദയുടെ ഫോണിലേക്ക് ഗൗതം തുരുതുരാന്ന് വിളിക്കുക. ഫോൺ നേരം സാറിൻ്റെ കയ്യിലാണല്ലോ. അപ്പോൾ സാറാണെന്നുണ്ടെങ്കിൽ ഈ ഫോണും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഗൗതം വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഇയാളൊന്നും ചെയ്യുന്നില്ല. ഇയാളാണെങ്കിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഗൗതം 1000 തവണ വിളിച്ചു. ആ സമയത്ത് ഇവൾ എന്തേ കാണിക്കുന്നത്, ഇന്ന് പോകാൻ പറ്റില്ലെങ്കിൽ അതെന്നോട് പറഞ്ഞൂടെ, കമ്മീഷണർ ഓഫീസിലേക്ക് പോകേണ്ട സമയമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ. അപ്പോൾ ഗൗതം അവിടെ നിന്ന് വിളിക്കുന്നത് ഇയാൾ അകത്തു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ നന്ദ ഇതൊന്നും അറിയുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഗൗതം വണ്ടിയിൽ കയറിപ്പോയി. അന്നേരം ഇവന് സമാധാനമായി ഈ പ്രൊഫസർക്ക്. ആ സമയത്ത് പ്രൊഫസറിൻ്റെ റൂമിലേക്കെല്ലാം തീർത്തിട്ട് നമ്മുടെ നന്ദ ചെന്നു. നന്ദ ചെന്ന് കഴിഞ്ഞപ്പം തൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞു നന്ദ. വെരി ഗുഡ്, ഓക്കെ. തനിക്ക് എന്തോ എൻഗേജ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനി നിൽക്കണമെന്നില്ല, താമനെ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ സാർ എൻ്റെ ഫോൺ തരണം എന്ന് പറഞ്ഞ് നന്ദ പറഞ്ഞപ്പം സോറി ഫോൺ അതാണല്ലോ തൻ്റെ ജീവശ്വാസം, തരാം എന്ന് പറഞ്ഞ് ഞാൻ എന്നിട്ട് കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഗൗതത്തിൻ്റെ 27 മിസ് കോളാണ് നന്ദയുടെ ഫോണിലേക്ക് വന്നത്. നന്ദ അന്നേരം തന്നെ സാറിനെ തിരിച്ചു വിളിക്കുക, പക്ഷേ കിട്ടുന്നില്ല. സാർ അന്നേരം വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. നന്ദയ്ക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ മൊത്തം പ്രശ്നമായെന്നുള്ളത് നന്ദയ്ക്ക് മനസ്സിലായി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ഇന്ത്യവരത്തിൽ നയന ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത ആളെ ശല്യപ്പെടുത്തണം എന്നുള്ളൊരു ഇതായിട്ട് ഇത് നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പിങ്കിയുടെ അടുത്തേക്ക് ചെന്ന് വാതിലിൽ മുട്ടോ, ഇന്ന് ഇവളെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നുള്ള ആ ഒരു ഇതും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് വാതിലിൽ മുട്ടി. പിങ്കി വന്നു വാതിൽ തുറന്നു. എന്ത് വേണമെന്ന് ചോദിച്ചു. നയനയാണെന്ന് മനസ്സിലായപ്പോൾ. അപ്പോൾ എന്താ പിങ്കി ഒരു ദേഷ്യം പോലെയെന്ന് ചോദിച്ചു. സാമാന്യ മര്യാദ എന്നൊരു വാക്കുണ്ട്, അതിൻ്റെ അർത്ഥം അറിയാമെന്ന് ചോദിച്ചു പിങ്കിയോട്. അയ്യോ, അത്രയും കടുങ്കട്ടി വാക്കുകളൊന്നും എന്നോട് ചോദിക്കല്ലേ, ഞാൻ മലയാള ഭാഷയുടെ പണ്ഡിതിയൊന്നും അല്ലാന്ന് നയന കളിയാക്കി പറഞ്ഞപ്പം സാമാന്യ മര്യാദയുടെ അർത്ഥം മനസ്സിലാക്കാൻ മലയാള MA ഒന്നും വേണ്ട. ഇതിപ്പോൾ എന്തിനാ പിങ്കി എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ? അതെനിക്ക് മനസ്സിലാവാത്തെന്ന് നയന പറഞ്ഞപ്പം, നിൻ്റെ ഓവർ സ്മാർട്ട്നെസ് കളിയുണ്ടല്ലോ, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇറക്കാൻ വരണ്ട. ഒരു മുറിവാതിക്കൽ വന്ന് മുട്ടാൻ ചില മിനിമം മര്യാദകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാതക തല്ലിപ്പൊളിക്കൊന്നും അല്ല വേണ്ടത്. ഞാൻ അർജുനെ വിളിക്കാനാ വന്നത്. അവൻ കട്ടിൽ കണ്ടാൽ പിന്നെ പോത്തുപോലെ കിടന്നുറങ്ങുന്ന സ്വഭാവമാണ്. എഴുന്നേൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ തട്ടി വിളിക്കണമെന്ന് പറഞ്ഞു. ഇതേ എൻ്റെ മുറിയാണ്, 1-2 തവണ തട്ടിയാൽ തുറക്കാമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ഞാൻ ചെയ്തോളാം കേട്ടോ, തൽക്കാലം അർജുനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞു പിങ്കി. അർജുൻ നല്ല മയക്കത്തിലാണ്, ഈ സമയത്ത് വിളിച്ചാലൊന്നും അർജുൻ ഇഷ്ടപ്പെടില്ല എന്ന് പിങ്കി പറഞ്ഞപ്പോൾ, അത് പിങ്കി വിളിച്ചാലല്ലേ ഇഷ്ടപ്പെടാത്തത്, ഞാൻ വിളിച്ചാൽ തുറക്കത്തിലും എൻ്റെ അർജുൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. പിങ്കി അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ, എൻ്റെ അർജുൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഒരു പരാതിയും പറയാൻ വരില്ല. ഞാൻ വിളിക്കാം എൻ്റെ അർജുനെന്നും പറഞ്ഞ് മുറിയിലേക്ക് ഇടിച്ചു കയറുന്ന നയനയെ പിടിച്ചു നിർത്തി. ഇത് ഞാനും അർജുനും താമസിക്കുന്ന മുറിയാണ്, ഭാര്യ ഭർത്താക്കന്മാർ താമസിക്കുന്ന മുറിയിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് മര്യാദയല്ലെന്ന് അറിയുമെന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി. അപ്പം അതൊക്കെ എനിക്കറിയാം എന്ന് നയന പറഞ്ഞു. അതുമാത്രമല്ല വേറെ ചില കാര്യങ്ങൾ കൂടി എനിക്ക് അറിയാവുന്നതായിട്ടുണ്ട് എന്ന് നമ്മുടെ നയന പറഞ്ഞു. കടലാസിൽ ഒപ്പുവെച്ചത് കൊണ്ടോ കഴുത്തിലൊരു താലി അണിഞ്ഞത് കൊണ്ടോ മാത്രം ഭാര്യ ഭർത്താക്കന്മാരാവില്ല എന്നും പിങ്കിയോട് നമ്മുടെ നയന പറയണം. ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ നീ ഇവിടെ കിടന്ന് കാണിച്ചുണ്ടാക്കിയ അഭ്യാസമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പിങ്കി എന്ന് പറഞ്ഞപ്പോൾ പിങ്കിക്ക് ഭയങ്കര ദേഷ്യം. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പിങ്കി പറഞ്ഞപ്പം, അതെ, അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അതേക്കുറിച്ചൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത്. പക്ഷേ അർജുനെ ഒന്ന് കാണണമെങ്കിൽ ഭാര്യ എന്നുള്ള പേരിൽ പിങ്കിയുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ എനിക്കത് പറയേണ്ടി വരും, മാറി നിൽക്കാൻ പറഞ്ഞു നയന. നീ പറഞ്ഞാലുടനെ ഞാനങ്ങ് മാറുമെന്ന് നീ കരുതിയോ എന്ന് പിങ്കി. അങ്ങനെ നയനയും പിങ്കിയും കൊമ്പ് ഓർക്കുവാണ്. പറഞ്ഞല്ലോ ഇത് എൻ്റെ മുറിയാണെന്ന്, ഇവിടെ ആര് കയറണം ആര് കയറണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, നീ അല്ലാന്നും പിങ്കി നയനയോട് പറയുന്നു. എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് നയന. ഞാൻ ഇന്ന് അർജുനെ വിളിച്ചുണർത്തിയിട്ടേ ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇടിച്ച് കയറാൻ നോക്കുമ്പോൾ പിങ്കി പിടിച്ച് ഉന്തും തള്ളും ബഹളവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടും ബഹളം ഉണ്ടാക്കുമ്പോൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് ഒരുമാതിരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അർജുൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് എന്താ നയന ഇവിടെ നടക്കുന്നത്, പരിസരബോധം നഷ്ടപ്പെട്ടോ നിനക്ക് എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അർജുനെ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് പിങ്കിയാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് പറഞ്ഞു നയന. അപ്പം നീ ആരാ പിങ്കി, എന്നെ ഒരാൾ കാണരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യാൻ?
അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല ഇവളീ മുറി കയറുന്നതെന്ന് പിങ്കി അർജുൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അങ്ങനെ പിങ്കിയും അർജുനും നേർക്ക് നേരെ അവസാനം ആ സത്യം നമ്മുടെ അർജുനെ തുറന്നു പറയാനുള്ള എല്ലാ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയത് എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.